ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആൽവിൻ ജോർജിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വീട്ടിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ആൽവിൻ പഠിച്ച സ്കൂളായ എടത്വ സെയിന്റ് അലോഷ്യസ് സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. എടത്വ സെയിന്റ് ഫെറോന പള്ളിയിലാണ് സംസ്കാരം നടക്കുക. ഏറെ ദുഃഖകരമായ നിമിഷങ്ങൾക്കാണ് ആൽവിൻ പഠിച്ച സ്കൂളടക്കം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ്. ആൽവിൻ ജോർജ് സംസ്കാരം നടക്കുന്നത് എടത്വ സെയിന്റ് അലോഷ്യസ് സ്കൂൾ, സെയിന്റ് അലോഷ്യസ് പള്ളിയിലാണ്. അവിടെ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് ഇപ്പോൾ പൊതുദർശനമുള്ളത്. ശരണ്യ സ്നേഹിതൻ ചേരുന്നുണ്ട്. ശരണ്യ, വിശദാംശങ്ങൾ. രഞ്ജിത്ത്, അല്പസമയത്തിനകം തന്നെ എടത്വയിലെ സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ ആൽവിൻ്റെ സംസ്കാരം നടക്കും. രാവിലെ എടത്വയിലെ വീട്ടിലായിരുന്നു പൊതുദർശനമുണ്ടായിരുന്നത്. അതിനുശേഷം ആൽവിൻ പഠിച്ച സ്കൂളായ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇപ്പോൾ പൊതുദർശനത്തിനായി മൃതദേഹം എത്തിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളർകോട് നടന്ന വാഹനാപകടത്തിൽ പരിക്ക് പറ്റി ചികിത്സയിലായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ആൽവിൻ. ആൽവിൻ്റെ നില ആദ്യഘട്ടം മുതൽ തന്നെ ഗുരുതരമായി തുടരുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ വ്യാഴാഴ്ചയോടുകൂടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ആൽവിൻ്റെ മരണം സ്ഥിരീകരിച്ചു. പിന്നീട് അവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ, അതായത് വെള്ളിയാഴ്ച തന്നെ പൊതുദർശനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. ആ TD ക്യാമ്പസിലെ പൊതുദർശനത്തിന് ശേഷം പിന്നീട് വീട്ടിലെത്തിച്ച മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നത്. ആൽവിൻ്റെ അച്ഛൻ വിദേശത്താണ് ഉണ്ടായിരുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന കൊച്ചുമോനാണ് ആൽവിൻ്റെ അച്ഛനൊപ്പം തന്നെ അമ്മ ലീന സ്വകാര്യ സ്ഥാപനത്തിലെ ക്ലർക്കാണ്. 2 കുട്ടികളാണ് ഇവർക്ക് ഉള്ളത്. അതിൽ മൂത്തയാളാണ് ആൽവിൻ. ഇവിടെ നമ്മൾ ഓരോ വിദ്യാർത്ഥികളോടും ഒപ്പം തന്നെ അധ്യാപകരോടുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചിരുന്ന ഒരാളാണ്. ആ പഠനം മാത്രമല്ല, കലാകായിക രംഗങ്ങൾ, ഫുട്ബോൾ അടക്കം കായിക ഇനങ്ങളിലുമൊക്കെ മികവ് പുലർത്തിയിരുന്ന, ഈ നാട്ടിൽ തന്നെ പഠിച്ചു വളർന്ന ഒരു വിദ്യാർത്ഥി. അത്തരത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ മരണപ്പെട്ടത് എന്നുള്ളതാണ്. എന്തായാലും ഈ നാട് ആ ഒരു ദുഃഖത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം. കാരണം ആൽവിന് ഈ അപകടത്തിൽ പരിക്കേറ്റിരുന്നത് തലയ്ക്കും ഒപ്പം തന്നെ ആന്തരിക അവയവങ്ങൾക്കും പരിക്കേറ്റിരുന്നു. വലിയ ക്ഷതം തന്നെയാണ് അന്ന് നടന്ന അപകടത്തിൽ ആൽവിന് ഏറ്റിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ ആൽവിൻ വെന്റിലേറ്ററിലായിരുന്നു. ആൽവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘം കഠിന പ്രയത്നം നടത്തി. പക്ഷേ പിന്നീട് മാതാപിതാക്കളുടെ തന്നെ ആവശ്യപ്രകാരം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കൂടുതൽ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളോടുകൂടിയ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തി. പക്ഷേ എറണാകുളത്തേക്ക് മാറ്റി ഒരു ദിവസത്തിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടോടുകൂടി ആൽവിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ സ്കൂളിലെ, അതായത് സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥികൾ ഒരാളായിരുന്ന കുട്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ വിടവാങ്ങുന്നത്. കഴിഞ്ഞ ദിവസം അപകടം നടന്നപ്പോൾ മുതൽ തന്നെ ഈ ആൽവിനെ പഠിപ്പിച്ച അധ്യാപകരും നാട്ടുകാരും അടക്കം മുഴുവൻ പേരും പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനകൾ ഫലം കണ്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം, ലീനയുടെ എടത്വയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ ആൽവിൻ്റെ മൃതദേഹം വിലാപയാത്രയായി തന്നെ ഇവിടെ ഈ സെന്റ് അലോഷ്യസ് സ്കൂളിലേക്ക് എത്തും. തങ്ങളുടെ മുന്നേ പഠിച്ച ഒരു സീനിയർ വിദ്യാർത്ഥിയായി പഠിച്ച ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയെ അവസാനമായി കാണാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികൾ അടങ്ങുന്ന, രക്ഷിതാക്കൾ അടങ്ങുന്ന ഒരു വലിയ നിര തന്നെ ഈ സ്കൂളിൽ ഉണ്ട്. അല്പസമയം മുമ്പ് മന്ത്രി സജി ചെറിയാൻ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം മടങ്ങിയിരുന്നു. ഈ തൊട്ടടുത്ത് തന്നെ, അതായത് സെന്റ് അലോഷ്യസ് സ്കൂളിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്തുള്ള സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ ഇപ്പോൾ ആൽവിൻ്റെ സംസ്കാരം വരുന്ന മണിക്കൂറുകളിൽ നടക്കും. രഞ്ജിത്ത്, ആൽവിൻ്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദുഃഖകരമായ നിമിഷങ്ങളാണ്. ആൽവിൻ പഠിച്ച സ്കൂളിൽ, എടത്വ സെയിന്റ് അലോഷ്യസ് സ്കൂളിലാണ് ഇപ്പോൾ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. ആൽവിൻ്റെ ബന്ധുക്കളുണ്ട്, സഹപാഠികളുണ്ട്, ഇപ്പോൾ ആൽവിൻ്റെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. ഇവരൊക്കെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.